അർദ്ധവാർഷിക പരീക്ഷ 6ാം ക്ലാസ് നടന്ന ഇസ്മുൽ ഖുർആനിന്റെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ വീഡിയോയുടെ ലക്ഷ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ മനസ്സിലുള്ള പരീക്ഷയുടെ പരീക്ഷയിലിരിക്കാനും എവിടെയാണ് തിരുത്തി മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് പ്രാവശ്യങ്ങൾ മനസ്സിലാക്കാനും വരും പരീക്ഷകളിൽ ഒരിക്കലും തന്നെ ആ പിഴവ് ആവർത്തിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഉത്തരം പരിചയപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടാവും, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അങ്ങനെ അത് അറിയുന്നതോടുകൂടെ പിന്നീട് ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനത് കാരണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നുസ്ലുബിൽ മുനാസിബി യോജിച്ചത് ചേർക്കുന്നതിൽ സുരിക്ക ദഹബു സ്വർണത്തെ മോഷ്ടിക്കപ്പെട്ടു മിനൽ മുജൗഹറത്തി ജ്വല്ലറിയിൽ നിന്ന്. റക്കിബുത്തു ഞാൻ കയറിയ തൊയ്യാറത്ത പ്ലെയിൻ ഇലാ ദുബായിലേക്ക്. മാ ജാഅത്ത് റബിയത്തു റബിയ വന്നില്ല ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. ലാ യൻളുറുല്ലാഹു അല്ലാഹു തആല നോക്കുകയില്ല ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ലാഹു തആല നോക്കുകയില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തത് നക്തുബു സ്വഹീഹ മിനൽ ആത്തിയ താഴെയുള്ളതിൽ നിന്ന് ശരിയായത് വേർതിരിക്കാനാണ്. സോറ യസീറു അതിൻ്റെ അംറ് സിർ എന്നാണ് അംറ്. അമറ ഉമറുവിൻ്റെ അംറ് എന്താണ്? മുർ എന്നാണ്. കഫ യക്ഫീൻ്റെ അംറ് ഇക്ഫി എന്നാണ്. ഇക്ഫി എന്നുള്ള യാ അവസാന ഇല്ലത്തിൻ്റെ അർഫായാൽ കളിയല്ലോ, അങ്ങനെ പോയതാണ്. ബാല യബൂലു ബുൽ, സോന യസൂനു സുൻ, ഇങ്ങനെയാണ് അതിൻ്റെ അംറുകൾ വരുന്നത്. ഇനി മൂന്നാമത്തത് നുസരിഫു സർഫാക്കാനാണ്. ലി യജ്ലിസ് ലി യജ്ലിസ ലി യജ്ലിസു ലി തജ്ലിസ് ലി തജ്ലിസ ലി യജ്ലിസിന എന്നും ലാ തക്തുബ് ലാ തക്തുബാനി ലാ തക്തുബൂന ലാ തക്തുബീന ലാ തക്തുബാനി ലാ തക്തുബുന ലാ അക്തുബു ലാ നക്തുബു എന്നും തമുദ്ദീന തമുദ്ദാനി തംദുദിന എന്നും അമുദ്ദു നുമുദ്ദു, ഇങ്ങനെയാണത് സർഫാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നുത്തമിമു പൂർത്തിയാക്കാനാണ്. അദാത്തുൻ നഫി ഫിൽ മാലി, മാലിയിൽ നഫിയുടെ അടയാളം ഹർഫു മായാണ് ഫി അവലിൽ ഫീലി, ഫീലിൻ്റെ ആദ്യത്തിൽ. രണ്ടാമത്തത് ഇദാ ഹുദിഫ മിനൽ ഫീലി, ഫീലിൽ നിന്ന് കളഞ്ഞാൽ അൽ മാലി മംഫി ആയ ഫീലിൽ നിന്ന് കളഞ്ഞാൽ ഹർഫു മാ എന്ന ഹർഫ് കളഞ്ഞാൽ യകൂനു അൽ ഫീലു മുസ്ബത്തൻ, ആ ക്രിയ പിന്നെന്താവും? പോസിറ്റീവ് ആകും, മുസ്ബത്താകും. ഇനി നുമൈസ് വേർതിരിക്കാനാണ്. ജുംലത്തുൻ ഫീലിയ ജുംലത്തുൻ ഇസ്മിയ എന്നിങ്ങനെയാണ്. കത്തലൽ കിത്തു ഫഹറൻ, കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു, പൂച്ച കൊന്നു, എലിയെ കൊന്നു. യദ്ഹബുൽ വാലിദു, ഉപ്പ പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ദറസ പഠിച്ചു, റഷീദ പഠിച്ചത്, ദുറുസഹു അവൻ്റെ പാഠം. റഅൽ വലതു കുട്ടി കണ്ടു, സ്വദീഖഹു അവൻ്റെ കൂട്ടുകാരനെ. അപ്പോൾ ഇതൊക്കെ പ്രവർത്തികളാണ്, അതുകൊണ്ടാണ് അത് ജുംലത്തുൻ ഫീലിയായത്. ഇനി ജുംലത്തുൻ ഇസ്മിയയിൽ അൽ മദ്രസത്തു മദ്രസയാകുന്നത് കബീറത്തുൻ വലിയതാകുന്നു. അള്ളാഹു നൂറു സമാവാത്തി എന്നുള്ള ആയത്തിൻ്റെ ഭാഗവും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മുതർജിമു എന്നതാണ്, പരിഭാഷപ്പെടുത്താനാണ്. ഇർഹമു മംഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങളെല്ലാം കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തത് നുഅരിബു, അറബിയാക്കാനാണ്. പുസ്തകം പുതിയതാണ്. അൽ കിതാബു ജദീദുൻ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ വരുന്നത്. പൂർണ്ണമാണെന്ന അവകാശവാദമില്ല, പോരായ്മകൾ ഉണ്ടാകും. ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്കൊക്കെ ഏകദേശം എത്ര മാർക്കുകൾ ഉണ്ടാവും, എളുപ്പമുണ്ടായിരുന്നോ, നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞോ, വിവരങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.